തിരുവനന്തപുരം സ്വദേശിനിയും കൊല്ലം സ്വദേശിയും ഒളിച്ചോടി കാസർഗോഡെത്തി. മകളെ കാണാനില്ല എന്ന പരാതിയെ തുടർന്ന് തിരുവനന്തപുരം പാങ്ങോട് പോലീസുകാർ കാസർഗോഡെത്തി. സംഭവം ഇങ്ങനെ. തിരുവനന്തപുരത്തുകാരിയും കൊല്ലം സ്വദേശിയും ഒളിച്ചോടി കാസർഗോഡെത്തി. ബന്ധുവിന്റെ വീട്ടിൽ താമസിച്ചു. എന്നാൽ തിരുവനന്തപുരം പാങ്ങോട് സ്വദേശിനിയായ അജ്നയുടെ മാതാപിതാക്കൾ അജ്നയെ കാണാനില്ല എന്ന പരാതി പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുകയാണ്. തുടർന്ന് പാങ്ങോട് പോലീസ് കാസർഗോഡ് എത്തുകയും ചെയ്തു. എന്നാൽ അജ്ന പറയുന്നത് തന്റെ കാമുകനായ സിയാദിനെ തന്റെ വീട്ടുകാർ കൊല്ലുമെന്നാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് സിയാദിനെ പിടികൂടാനാണെന്നാണ് അജ്ന പബ്ലിക് കേരളയോട് പറഞ്ഞത്. ഞങ്ങൾ ഇഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാണ് താല്പര്യം. പക്ഷേ എൻ്റെ വീട്ടുകാർ ഇത് സമ്മതിക്കുന്നില്ല. ഞങ്ങളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ തിരിച്ച് നാട്ടിൽ ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളെ എവിടെ വെച്ച് കണ്ടാലും ഇക്കായ ഉപദ്രവിക്കും, കൊല്ലും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം. ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുകയാണ്. പോലീസിന് വിശ്വാസമുണ്ട്, അവർ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. 21-ാം തീയതി പുലർച്ചെ 2 മണിക്കാണ് കൊല്ലം സ്വദേശിയായ മുഹമ്മദ് സിയാദിനോടൊപ്പം അജ്ന കാസർഗോഡ് എത്തുന്നത്. വൈകുന്നേരം 5 മണിക്ക് കാസർഗോഡ് എത്തിയ ഇവർ മേൽപ്പറമ്പിലുള്ള ബന്ധുവിന്റെ വീട്ടിലെത്തി കാര്യങ്ങൾ പറയുകയായിരുന്നു. നാട്ടിൽ ഓട്ടോ ഓടിച്ചിരുന്ന സിയാദിനെ അജ്നയുടെ ബന്ധുക്കൾ നിരവധി തവണ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. സിയാദ് പബ്ലിക് കേരളയോട് പറയുന്നത് ഇങ്ങനെ. ഞാൻ ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കോട് പറഞ്ഞാണെങ്കിൽ നമ്മളിപ്പോൾ തിരിച്ച് നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയൊന്നും അറിയത്തില്ല. ഞാനവിടെ വണ്ടി ഓടിച്ചിട്ടിരുന്നപ്പോൾ തന്നെ കുറേ പ്രാവശ്യം നമ്മൾ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ചാൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ രണ്ടുപേരും കൂടെ ഇതിനൊക്കെ ഒരു തീരുമാനം എടുത്തത്. ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവളെ ഞാൻ പൊന്നെ പോലെ നോക്കും അതിനുള്ള വിശ്വാസമുണ്ട്. ശരിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടവരെ കൊണ്ടാണ് രണ്ടുപേരും ഇങ്ങനെ വന്നത്. പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ വേറെ സാമ്പത്തികങ്ങൾ, ക്യാഷൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പം അവളത്ര ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും പ്രശ്നമായിട്ട് അവരിങ്ങനെ നിൽക്കുന്നത്. അവർ വേറെ സ്വാധീനങ്ങൾ, ക്യാഷ് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ പൈസ കൊടുത്തിട്ടുള്ള ഇതാണ് കാണിക്കുന്നത്. വേറെ ചാൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കാണിച്ചത്. അവർ ചുമ്മാ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് വിളിച്ച് അടിക്കും ഇടിക്കും, ആ ഒരു രീതിയാണ് അവർ. എന്തായാലും ഒന്നിച്ച് ജീവിക്കാൻ വിടത്തില്ല. അവർ തിരിച്ച് നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. നിയമപരമായി വിവാഹിതരാകാനുള്ള പ്രായവും ഇവർക്കുണ്ട്. തുടർന്ന് കാസർഗോഡ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും തങ്ങൾക്ക് സുരക്ഷ ആവശ്യമുണ്ടെന്നും പറഞ്ഞാണ് കമിതാക്കൾ പബ്ലിക് കേരളയെ സമീപിച്ചത്. തുടർന്ന് കാസർഗോഡ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.